പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ഈശോയിലെ ഏറ്റവും പ്രിയപ്പെട്ടവരെ, കുർബാന അനുഭവ ധ്യാനത്തിൻ്റെ 26-ാം ദിവസത്തിലേക്ക് നാം ഇന്ന് പ്രവേശിക്കുകയാണ്. ഈ 25 ദിനങ്ങളും ദൈവം നൽകിയ എല്ലാ അനുഗ്രഹങ്ങളെയും നമുക്ക് നന്ദിയോടുകൂടി ഓർമ്മിക്കാം. പ്രിയപ്പെട്ടവരെ, ഇന്നലെ ഞാൻ വാഗ്ദാനം ചെയ്തിരുന്നത് പോലെ ഇന്ന് പരിശുദ്ധ കുർബാനയിലെ പ്രാർത്ഥനകളിലേക്ക് നാം പ്രവേശിക്കുകയാണ്. സത്യത്തിൽ ഈ പ്രാർത്ഥനകൾ ധ്യാനിക്കുന്നതിന് തൊട്ടു മുൻപ് ദേവാലയത്തിൻ്റെ ഘടനയെക്കുറിച്ചും ഒപ്പം കുർബാനയിൽ ഉപയോഗിക്കുന്ന പ്രതീകങ്ങളെക്കുറിച്ചുമൊക്കെ ചില കാര്യങ്ങൾ നിങ്ങളോട് പറയേണ്ടതായിരുന്നു. പക്ഷേ അത് പറയുമ്പോൾ നമ്മുടെ സമയം നഷ്ടപ്പെടുമെന്നുള്ളത് കൊണ്ട് നമ്മൾ പ്രാർത്ഥനയിലേക്ക് സാവകാശം പ്രവേശിക്കുകയാണ്. എങ്കിലും ഒരു കാര്യം ആമുഖമായിട്ട് പറയുവാനുള്ളത്, ഈ കുർബാനയിലെ ഓരോരോ കാര്യങ്ങളും അതിന് സൂചനകളുണ്ട്, ദേവാലയത്തിൻ്റെ ഘടനയ്ക്ക് അർത്ഥമുണ്ട്. ഈ കാര്യങ്ങളൊക്കെ നമ്മൾ മനസ്സിലാക്കണം. പലപ്പോഴും വിശ്വാസ്യ രാഹിത്യം നമുക്കുണ്ടാകുന്നതിൻ്റെ കാരണം അശ്രദ്ധയോടുകൂടി നാം ബലിയർപ്പിക്കുന്നത് കൊണ്ടാണ്. വിശ്വാസ രഹസ്യം നിലനിർത്തുന്നതിന് അനുബന്ധ ഭക്തികൾ സഹായിക്കുമെന്നുള്ളത് ഉറപ്പാണ്. ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ, പണ്ടൊക്കെ കുർബാന അർപ്പിക്കുന്ന അവസരത്തിൽ അല്ലെങ്കിൽ കുർബാന സ്വീകരിക്കുന്ന അവസരത്തിൽ സഹായികൾ ഒരു തട്ട്, കമ്മ്യൂണിയൻ പ്ലേറ്റ് എന്നാണ് ഇംഗ്ലീഷിൽ പറയുന്നത്, അത് ഉപയോഗിക്കുമായിരുന്നു. പക്ഷേ ആ തട്ടം ഇന്ന് കാണുവാനില്ല. ചില പള്ളികളിലെങ്കിലും ഞാനത് കണ്ടിട്ടുണ്ട്. പക്ഷേ അവസാനം ആ തട്ടം കുർബാന കൊടുത്തു കഴിയുമ്പോൾ എൻ്റെ പ്രിയപ്പെട്ടവരെ, കുർബാനയുടെ ചെറു ചെറു തരികൾ അവിടെ കാണാം. ജീവിക്കുന്ന ദൈവത്തിൻ്റെ സാന്നിധ്യത്തെ നാം ഈ മണ്ണിൽ വീഴ്ത്തി നഷ്ടപ്പെടുത്തുന്നതിനെക്കുറിച്ച് നമുക്ക് ദുഃഖമുണ്ടാകണം. എൻ്റെ പള്ളിയിൽ പോലും ഞാൻ തുടങ്ങിയിട്ടില്ല. അത് തുടങ്ങുവാനുള്ള ആഗ്രഹം എൻ്റെ മനസ്സിൽ ഞാൻ ക്രമീകരിച്ചു കൊണ്ടാണ് ഇരിക്കുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഞാനിത് ഒരു ഉദാഹരണം പറഞ്ഞത് മാത്രമേ ഉള്ളൂ. നമ്മൾ ഇത് മുഴുവൻ തിരിച്ചറിഞ്ഞാൽ മാത്രമേ ഈ കുർബാനയുടെ പ്രാധാന്യം നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. ഒപ്പം നമ്മളൊരു കാര്യം കൂടി ഇപ്പോൾ നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അൾത്താര എന്ന് പറയുന്നത് വളരെ പ്രധാനപ്പെട്ട ഒന്നാണ്. അത് വെറും തടി കൊണ്ടുണ്ടാക്കിയൊരു പീഠമായിട്ട് നിങ്ങൾ കാണരുത്. അൾത്താര എന്ന് പറയുമ്പോൾ കുർബാന പ്രധാനമായിട്ടും അർപ്പിക്കുന്ന, അതായത് കാഴ്ചവെപ്പ് മുതൽ നാം പങ്കെടുക്കുന്ന ആ കുർബാനയുടെ പീഠമാണ് അൾത്താര എന്ന് പറയുന്നത്. ത്രിത്വൈക ദൈവത്തിൻ്റെ സജീവ സാന്നിധ്യം അവിടെ നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ കുർബാന ഇരിക്കുന്ന സക്രാരി പോലെ പ്രധാനമാണ്. നിങ്ങൾക്കറിയാമോ എന്നറിയില്ല, തിരുവോസ്തി വൈദികന് ആശീർവദിക്കാം, പക്ഷേ അൾത്താര മെത്രാന് മാത്രമേ ആശീർവദിക്കുവാൻ അനുവാദമുള്ളൂ. അപ്പോൾ ഇത് വാസ്തവത്തിൽ നമ്മൾ തിരിച്ചറിയണം. അതുകൊണ്ടാണ് ഈ അൾത്താരയിൽ, എന്നെ കേൾക്കുന്ന സിസ്റ്റേഴ്സൊക്കെ ഉണ്ടെങ്കിൽ, അൾത്താരയിൽ ഒരിക്കലും പൂക്കൾ വയ്ക്കരുത്. സത്യത്തിൽ മൈക്കിൻ്റെ സ്റ്റാൻഡ് പോലും വയ്ക്കാൻ അനുവാദമില്ല. അത് കുർബാനയുടെ പുസ്തകം കാസാപ്പിലാസ ഒഴിച്ചൊന്നും വയ്ക്കുവാൻ അനുവാദമില്ല. എൻ്റെ പള്ളിയിലും സൗകര്യത്തെ പ്രമാണിച്ച് സ്റ്റാൻഡ് വെച്ചിട്ടുണ്ട്. എങ്കിലും അതിൻ്റെ പ്രാധാന്യം, വൈദികൻ അവസാനം ആൾത്താരയെ ചുംബിക്കുമ്പോൾ അവിടെ കോടാനുകോടി മാലാഹമാരുടെ ചുറ്റും നിന്നുകൊണ്ട് ത്രിത്വൈക ദൈവത്തെ ചുംബിക്കുകയാണ് എന്നുള്ള ബോധ്യത്തോടുകൂടി വേണം അത് ചെയ്യുവാനെന്നുള്ളത് ഞാൻ തിരിച്ചറിയുകയാണ് ചെയ്യുന്നത്. പ്രിയപ്പെട്ടവരെ, നമ്മൾ കുർബാനയിലെ പ്രാർത്ഥനയിലേക്ക് പ്രവേശിക്കുമ്പോൾ ഒരു കാര്യം കൂടി ഞാൻ ആമുഖമായിട്ട് സൂചിപ്പിക്കുകയാണ്. ഓരോ പള്ളിയിലും ഞാൻ സീറോ മലബാർ സഭയുടെ ലിറ്റർജി ഫോളോ ചെയ്തുകൊണ്ട് ആ കുർബാനയിലെ പ്രാർത്ഥനകളാണ് വിശദീകരിക്കുന്നത്. മലങ്കര റീത്തിലുള്ള കുർബാനയിലും ലത്തീൻ റീത്തിലുള്ള കുർബാനയിലും പങ്കെടുക്കുന്നവർ കുറച്ചു പേരെങ്കിലും ഈ ധ്യാനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. അത് ഒരുപക്ഷെ ഓരോ റീത്തിലെ പ്രാർത്ഥനകളും ഏതാണ്ടൊരു സമാനത ഉണ്ട് എന്നുള്ള ബോധ്യത്തോടു കൂടി വേണം നിങ്ങളതിൽ പങ്കെടുക്കാൻ. എല്ലാം വിശദീകരിക്കുവാൻ, ഒന്ന്, എനിക്ക് ആ 2 ലിറ്റർജിയുമായിട്ട് വലിയ പരിചയമില്ല. 2, നമുക്കതിൻ്റെ സമയം നഷ്ടപ്പെടുകയും ചെയ്യും. ഇനി സീറോ മലബാർ സഭയിലെ കുർബാനയിൽ പങ്കെടുക്കുന്നവർക്ക് തന്നെ അറിയാം, ഓരോ രൂപതയിലും ചില പ്രത്യേകതകൾ ഉണ്ട്. നമ്മൾ ഏത് ശരി ഏത് തെറ്റ് എന്ന് അന്വേഷിക്കുവാനായിട്ട് പോകരുത്. മറിച്ച് നിങ്ങൾ ഏത് രൂപതയിലാണോ ഇപ്പോൾ ഉള്ളത്, ആ കുർബാന അവിടുത്തെ മെത്രാൻ പറഞ്ഞിരിക്കുന്നതനുസരിച്ച് വൈദികൻ അർപ്പിക്കുമ്പോൾ അതിനെ അംഗീകരിക്കുക. പ്രവചനങ്ങളെ നിന്ദിക്കരുത്.
ഒന്ന് മോശമാണെന്ന് ഒന്ന് നല്ലതാണെന്ന് നമ്മൾ കൊട്ടിഘോഷിച്ചുകൊണ്ട് നടക്കുന്നത് ഒരുപക്ഷെ നമ്മുടെ ആത്മീയ വളർച്ചയ്ക്ക് തടസ്സം നിൽക്കുമെന്നുള്ളത് ഞാൻ ആമുഖമായിട്ട് ഓർപ്പിച്ചുവെന്ന് മാത്രമേ ഉള്ളൂ. പരിശുദ്ധ പരമദിവികാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പ്രിയപ്പെട്ടവരെ, സീറോ മലബാർ സഭയിലെ കുർബാനയുടെ ഒരു ഘടന നോക്കിയാൽ 7 ഭാഗങ്ങളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ആമുഖ ശുശ്രൂഷ, വചന ശുശ്രൂഷ, ഒരുക്ക ശുശ്രൂഷ, അനാഫറാം അനുരഞ്ജന ശുശ്രൂഷ, ദൈവ ഐക്യ ശുശ്രൂഷ, സമാപന ശുശ്രൂഷ. ഇനി ഞാനിത് ആമുഖമായിട്ട് പറഞ്ഞുവെന്ന് മാത്രമേ ഉള്ളൂ. വേദപാഠം പഠിപ്പിക്കുന്ന അധ്യാപകർക്കും പഠിക്കുന്ന കുട്ടികൾക്കും എല്ലാം ഇതറിയാം. നമ്മൾ ഇനി കുർബാന ആരംഭിക്കുമ്പോൾ പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ എന്നത് ചില പള്ളികളിൽ ഉണ്ട്, ചില പള്ളികളിലില്ല. ഞാനിതിൻ്റെ ദൈവശാസ്ത്രത്തിലേക്കൊന്നും കടക്കുന്നില്ല. മറിച്ച് വൈദികനും ശുശ്രൂഷികളും കൂടി പ്രദക്ഷിണമായിട്ട് വരുന്നത് ഈ ആരംഭത്തിൽ ഉള്ളത് നമ്മൾ പെട്ടെന്ന് ഒന്ന് ധ്യാനിക്കുകയാണ്. സ്വർഗത്തിൻ്റെ പ്രതീകമായ മദ്ബഹായിൽ നിന്നും ഈശോയെ പ്രതിനിധാനം ചെയ്യുന്ന വൈദികൻ മാലാഖമാരുടെ പ്രതിനിധികളായ ശുശ്രൂഷകരോടൊപ്പം സ്വർഗകവാടത്തിൻ്റെ പ്രതീകമായ മദ്ബഹാവിരി മാറ്റി ഭൗമിക ജെറുസലേമിൻ്റെ പ്രതീകമായ ബേമായിലേക്ക് വരികയാണ്. പ്രിയപ്പെട്ടവരെ, ഇവിടെ നിങ്ങൾ എല്ലാ പള്ളികളിലെ സത്യത്തിൽ ആഘോഷപൂർവ്വം ചെയ്യേണ്ടതാണ്. എൻ്റെ പള്ളിയിലും എനിക്ക് പലപ്പോഴും ചെയ്യാൻ പറ്റുന്നില്ല. കാരണം ശുശ്രൂഷികളുടെ സമയത്ത് ഓടി അലച്ച് വരുന്നു, ഈ പ്രദക്ഷിണം സംഭവിക്കുന്നില്ല. പക്ഷെ നിങ്ങൾ ഒരു കാര്യം ഓർമ്മിക്കണം, ഈ പ്രദക്ഷിണം നടക്കുമ്പോൾ സ്വർഗത്തിൽ നിന്നും പിതാവ് അയച്ച ഈശോ നമ്മുടെ ഇടയിലേക്ക് വരുന്നത് നമ്മൾ മനസ്സിലൊന്ന് ഓർക്കണം. ഇന്നുവരെ നിങ്ങൾ ഓർത്തിട്ടുണ്ടോ എന്നറിയില്ല. ഈശോയെ കാണാനുള്ള ആഗ്രഹം ഹൃദയം കൊണ്ട് ഒരുങ്ങണം. അതുവരെയും നിങ്ങളുടെ പള്ളിയിലുണ്ടായിരുന്നത് ഏത് അച്ഛനാണെങ്കിലും, അത് തോമസ് അച്ഛനാണെങ്കിലും സുരേഷ് അച്ഛനാണെങ്കിലും ജോണി അച്ഛനാണെങ്കിലും, പക്ഷേ കുർബാനക്കുപ്പായമിട്ട് വരുമ്പോൾ ഈശോയാണ്, സ്വർഗത്തിൽ നിന്നും പിതാവ് അയച്ച ഈശോയാണ് വരുന്നത് എന്നുള്ള ബോധ്യത്തിലേക്ക് പ്രിയപ്പെട്ടവരെ വരണം. ഗായക സംഘം ആമുഖഗാനം ആലപിക്കുകയാണെന്നുണ്ടെങ്കിൽ ആ സമയത്ത് ഈശോയെ കാണാനുള്ള ദാഹം കൊണ്ട് ഹൃദയം അങ്ങോട്ട് കൊതിക്കണം. നമ്മുടെ തല ഉയർത്തി നോക്കിയില്ലേ ആരെങ്കിലും മാർപ്പാപ്പ, ഫ്രാൻസിസ് മാർപ്പാപ്പ വരുമ്പോൾ കാണാനായിട്ട് ഒരുങ്ങുന്നത് പോലെ അങ്ങനെ ഒരു ആഗ്രഹം എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ ഉള്ളിലേക്ക് കടന്നു വരുവാൻ ഈ ഒരു ദിവസം ഈ ആദ്യത്തെ ചിന്തയിലൂടെ ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. അതിനുശേഷം നമ്മൾ കുർബാന ആരംഭിക്കുമ്പോൾ അന്നാ പെസഹ തിരുനാളിൽ കർത്താവരുളിയ കൽപ്പന പോൽ എന്ന് പറഞ്ഞുകൊണ്ടാണ് ആരംഭിക്കുന്നത്. തിരുനാമത്തിൽ ചേർന്നിടാം, ഒരുമയോട് ഈ ബലി അർപ്പിക്കാം. ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, വളരെ പ്രധാനപ്പെട്ട ഒരു ആത്മീയ ചിന്ത ഇവിടെയുണ്ട്. ഇതിന് അനംനേസിസ് എന്ന വാക്ക് ഉപയോഗിക്കാറുണ്ട്. അതിൻ്റെ അർത്ഥം കൽപ്പനാനുസ്മരണം എന്നാണ്. നിങ്ങളുടെ കയ്യിൽ ചെറിയ പുസ്തകമുണ്ടെങ്കിൽ നിങ്ങൾ നോക്കുക, അന്നാ പെസഹ തിരുനാളിൽ എന്ന പാട്ടിൻ്റെ താഴെ അങ്ങനെ പാടുന്നില്ലെങ്കിൽ നമുക്ക് ലഭിച്ചിരിക്കുന്ന കൽപ്പനയനുസരിച്ച് ഈ കുർബാന ആരംഭിക്കാം എന്നാണ് പറയുന്നത്. പഴയ സുറിയാനി കുർബാനയിൽ പരിചയമുള്ളവർക്ക് പുഗ്ദാനക്കോൻ എന്നാണ് അത് സുറിയാനിയിൽ പറഞ്ഞിരുന്നത്. ഉടനെ തന്നെ മറുപടി സമൂഹം മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണല്ലോ നാം ഇത് അർപ്പിക്കുന്നത്, പുഗ്ദാനെ ദമിശിഹ. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്താണെന്നറിയാമോ? ആദ്യത്തെ ചോദ്യം, നിങ്ങൾ ആര് പറഞ്ഞിട്ടാണ് ഇങ്ങോട്ട് വന്നത്? ഈശോ പറഞ്ഞിട്ടാണോ? അതാണ് ചോദ്യം. ഉത്തരം എന്താണ്? മിശിഹായുടെ കൽപ്പനയനുസരിച്ചാണ് ഞങ്ങൾ ഇങ്ങോട്ട് വന്നിരിക്കുന്നത്. പ്രിയപ്പെട്ടവർ, സഹോദരി സഹോദരന്മാരെ, ഇവിടെ നമ്മൾ ഓർമ്മിക്കണം, ലൂക്കാ സുവിശേഷം 22-ാം അധ്യായത്തിൻ്റെ 19-ാമത്തെ വാക്യം എന്താണ്? നിങ്ങൾ എൻ്റെ ഓർമ്മയ്ക്കായി ഇത് ചെയ്യുവിൻ. അപ്പോൾ ഇത് കർത്താവിൻ്റെ കൽപ്പനയാണ്. നിങ്ങൾക്ക് സമയമുണ്ടെങ്കിൽ ചെയ്യാമെന്നല്ല, സൗകര്യമുണ്ടെങ്കിൽ ചെയ്യാമെന്നല്ല, നിങ്ങൾ ഇത് ചെയ്തിരിക്കണം. കൽപ്പനാ ലംഘനം പാപമാണ്. ദൈവം കൊണ്ടുവന്നതാണ് ഈ ആരാധനാ സമൂഹത്തെ മുഴുവൻ. ഞാൻ ഒരു നിമിഷം നിങ്ങളോട് പറയുകയാണ്, നമ്മൾ സഭയുടെ നിയമമുള്ളത് കൊണ്ട്, വികാരിയച്ഛൻ പറയുന്നത് കൊണ്ട്, ഒരുപക്ഷെ ഒരു ആത്മീയാനുഭവം കിട്ടാനുള്ള ആഗ്രഹത്തോടുകൂടി മാത്രമല്ല വരേണ്ടത്. നല്ലതാണ്, ആത്മീയാനുഭവം കിട്ടും, പാപം ചെയ്യാതെ ജീവിക്കാനുള്ള ശക്തി കിട്ടും, ഒക്കെ ശരിയാണ്. പക്ഷേ നമ്മൾ വരേണ്ടത് അതുകൊണ്ടല്ല, ഈശോ പറഞ്ഞതുകൊണ്ട്. ഈശോ നിങ്ങളെ കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്യുന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ട അച്ഛന്മാരുണ്ടെങ്കിൽ ബലിയർപ്പിക്കുമ്പോൾ അൾത്താരയിൽ നിൽക്കുമ്പോൾ ഈശോയുടെ സ്ഥാനത്താണ് നിൽക്കുന്നത്. മുൻപിലേക്ക് നിന്ന് നോക്കുമ്പോൾ ഈശോ കൂട്ടിക്കൊണ്ടുവന്ന സഹോദരി സഹോദരന്മാരാണ് എന്നുള്ള ആ ദിവ്യമായ ഓർമ്മ നമ്മുടെ മനസ്സിലേക്ക് കടന്നു വരണമെന്ന് പ്രിയപ്പെട്ടവരെ ഞാനൊരു നിമിഷം നിങ്ങളെ ഓർമ്മിപ്പിക്കുകയാണ്. അപ്പോൾ അച്ഛന്മാർ അൾത്താരയിൽ നിന്നുകൊണ്ട് പ്രസംഗിക്കുമ്പോൾ ഈശോയാണ് സംസാരിക്കുന്നത്.
വേദനയുമായി വരുന്നവർക്ക് ആശ്വാസമാണ് പകരേണ്ടത്. സത്യത്തിൽ കുർബാനയുടെ മധ്യേ പള്ളിപ്പിരിവിനെ കുറിച്ച് ഒന്നും പറയരുത്. എൻ്റെ പള്ളിയിൽ ഞാൻ കുർബാന മുഴുവൻ അവസാനിപ്പിച്ച് വൈദികരുടെ പ്രാർത്ഥനയും കഴിഞ്ഞതിന് ശേഷമാണ്. ശരിയാണ്, ചില ബുദ്ധിമുട്ടുകൾ ഉണ്ടാകുന്നുണ്ട്, കുറച്ച് ചെറുപ്പക്കാരൊക്കെ അപ്പോൾ ഇറങ്ങിപ്പോകുന്നുണ്ട്. ഞാനതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം കുർബാനയുടെ സമയത്ത് വേറെ ഒന്നും നമ്മുടെ ആലോചനയിലേക്ക് പോലും വരരുത്. ദൈവം സ്വർഗത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് ഇറങ്ങി വന്ന് നമ്മോടൊപ്പം ബലിയർപ്പിക്കുന്നു എന്നുള്ള ബോധ്യം നമ്മുടെ ഉള്ളിലേക്ക് ഉണ്ടായാൽ മതി. പ്രിയപ്പെട്ടവരെ, ഞാൻ അന്ന് പെസഹ തിരുനാളിൽ എന്ന ആദ്യ ഗാനം പൂർത്തിയാക്കണമെന്നുള്ള ആഗ്രഹത്തോടു കൂടിയാണ് ഈ വചനം ആരംഭിച്ചതെങ്കിലും, ഈ വചനചിന്തകൾ ആരംഭിച്ചതെങ്കിലും അത് പൂർത്തിയാക്കാൻ കഴിഞ്ഞില്ല. സാരമില്ല, നിങ്ങളുടെ മനസ്സിലേക്ക് ഈ ഒരു ചിന്ത ഉണ്ടാകട്ടെ. എന്താണ്? സ്വർഗത്തിൽ നിന്നും ദൈവം, പിതാവായ ദൈവം ഈശോയെ ഭൂമിയിലേക്ക് അയച്ചു. ആ ഈശോയെ തിരുവസ്ത്രങ്ങളണിഞ്ഞ് അച്ഛൻ സഹായികളോടുകൂടി വരുമ്പോൾ ആ ഈശോയെ കാണാനുള്ള ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടാകട്ടെ. രണ്ടാമത്തേത്, കർത്താവിൻ്റെ കൽപ്പന അനുസരിച്ചതുകൊണ്ട്, അല്ലെങ്കിൽ കർത്താവ് പറഞ്ഞതുകൊണ്ടാണ് ഞാൻ പള്ളിയിലേക്ക് വരുന്നത്, ഞാൻ കുർബാന അർപ്പിക്കാൻ വരുന്നത്. കർത്താവെ, ഈ ബോധ്യം ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണമേ. കുർബാനയെക്കുറിച്ചും കൂടി സ്നേഹിക്കാൻ, ഇത് കൽപ്പനാനുസ്മരണമാണെന്നുള്ള ബോധ്യത്തിലേക്ക് വരുവാൻ കർത്താവെ സഹായിക്കണമേ. അൾത്താര ദേവാലയത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ് എന്നുള്ള, സ്വർഗത്തിൻ്റെ മുഴുവൻ പ്രതീകമാണ് എന്നുള്ള ആ ബോധ്യം കർത്താവെ ഞങ്ങളുടെ മനസ്സിൽ നിറയ്ക്കണമേ. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ഞങ്ങളെ ആശീർവദിക്കണമേ. നമ്മുടെ ഹൃദയത്തിലേക്ക് ഒരു ആത്മീയ ഉണർവുണ്ടാകുന്നതിന് വേണ്ടി യെശയ്യായുടെ പുസ്തകം 6-ാം അധ്യായത്തിലെ ഒരു രംഗം കൂടി ഞാൻ നിങ്ങളോട് പങ്കുവെക്കുകയാണ്. കർത്താവ് ഉന്നതമായ ഒരു സിംഹാസനത്തിൽ ഇരിക്കുന്നത് ഞാൻ കണ്ടു. അവിടുത്തെ വസ്ത്രാഞ്ചലം ദേവാലയം മുഴുവൻ നിറഞ്ഞു നിന്നു. അവിടുത്തേക്ക് ചുറ്റും സറാഫുകൾ നിന്നിരുന്നു. അവയ്ക്ക് 6 ചിറകുകൾ വീതമുണ്ടായിരുന്നു. 2 ചിറകുകൾ കൊണ്ട് മുഖവും 2 കൊണ്ട് പാദങ്ങളും അവ മറച്ചിരുന്നു. 2 ചിറകുകൾ പറക്കാനുള്ളവയായിരുന്നു. അവ പരസ്പരം ഉദ്ഘോഷിച്ചു കൊണ്ടിരുന്നു, പരിശുദ്ധൻ പരിശുദ്ധൻ സൈന്യങ്ങളുടെ കർത്താവ്, പരിശുദ്ധൻ, ഭൂമി മുഴുവൻ അവിടുത്തെ മഹത്വം നിറഞ്ഞിരിക്കുന്നു. പരിശുദ്ധൻ പരിശുദ്ധൻ. കർത്താവേ, ദേവാലയത്തിൽ കുർബാനയ്ക്കായിട്ട് ഒരുങ്ങുമ്പോൾ ആ സ്വർഗീയ മഹത്വം, അതിൻ്റെ ഒരു അനുഭവം ഞങ്ങൾക്ക് തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വചനം കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാ മക്കളെയും ഈശോയുടെ തിരുരക്തം കൊണ്ട് ഞാൻ മുദ്ര ചെയ്യുന്നു. കർത്താവേ, കുർബാന അനുഭവദാനത്തെ അങ്ങ് ഏറ്റെടുത്ത് ആശീർവദിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. നമ്മുടെ കർത്താവ് ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധ യോസേപ്പ് പിതാവിൻ്റെ പ്രത്യേക സംരക്ഷണവും നാം എല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.